നമസ്കാരം. മുഖ്യമന്ത്രിയെ ഭയന്ന LDF കൺവീനർ RSSന് പാദസേവ ചെയ്യുന്നുവെന്ന് ജി ശക്തിധരൻ. പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു എംബോക്കിയെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടുള്ളതായിരുന്നു ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായ ജി ശക്തിധരന്റെ തുറന്നെഴുത്ത്. പിണറായിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന തലക്കെട്ടിൽ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കാം. ഭക്തസംഘം ദയവായി ഇത് വായിക്കുന്നത് ഒഴിവാക്കുക എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ കുറിക്കുന്നു. എനിക്ക് എഴുതിയേ പറ്റൂ. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. വിദ്വേഷ പ്രചരണമാണ് എന്ന് കരുതുന്നവർക്ക് അങ്ങനെയുമാകാം. സ്വതന്ത്ര ഇന്ത്യയുടെ ഇതുപര്യന്തമുള്ള ചരിത്രത്തിൽ ഇത്രയേറെ കെട്ടുനാറിയ ഒരു ഇടതുപക്ഷ മന്ത്രിസഭ ഇന്ത്യ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. RSSനോടുള്ള സമീപനം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷികളായ CPM-ഉം CPI-യും പരസ്യമായി പോരടിക്കുന്നത് എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടം വരെ എത്തി എന്ന് ഈ പാർട്ടികൾ രണ്ടും? എവിടെയോ കിടക്കുന്ന ഒരു കളങ്കിത കാക്കിത്തൊപ്പിക്കാരന് വേണ്ടി മുഖ്യമന്ത്രി സമസ്ത അധികാരവും പ്രയോഗിച്ച് RSSനെ തുണയ്ക്കുന്നു. LDF കൺവീനർ മുഖ്യമന്ത്രിയെ ഭയന്ന് അതിന് പാദസേവ ചെയ്യുന്നു. കലികാലം തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണത ഒരു പുതിയ കാര്യമല്ല. പക്ഷേ RSS നേതൃത്വത്തിന് പരസ്യമായി വിടുവേല ചെയ്യുന്ന പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു എംബോക്കിയെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ബാധ്യതയിരിക്കുന്നത്? സേനയിലെ ഒരു മുക്കുപണ്ടത്തിന് വേണ്ടിയാണോ ഈ മുഖ്യമന്ത്രി ഈ പാർട്ടിയെ അവഹേളിക്കുന്നത്? സ്വന്തം മോൾ തെറ്റ് ചെയ്തുവെങ്കിൽ നിയമത്തിന് കീഴടങ്ങണം. കള്ളക്കടത്തിനും കരിമണൽ ഖനനത്തിനും വേണ്ടിയല്ല ഈ ജനങ്ങൾ അത്രയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. കൊള്ള നടത്തിയാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയുടെ ചെറുമകളായാലും പിണറായി വിജയന്റെ മകളായാലും കുറ്റം കുറ്റം തന്നെയാണ്. ഗാന്ധിജിയുടെ കൊച്ചുമകൾ ഇള, ഗാന്ധിയുടെ മകൾ ആശിഷ് ലത രഘോബിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡർബനിലെ കോടതി 7 വർഷം തടവിന് ശിക്ഷിച്ചു. ജയിലിലാണ് ആ മധ്യവയസ്ക. വ്യാജരേഖ കാട്ടി ദക്ഷിണാഫ്രിക്കയിലെ വ്യവസായി SR മഹാരാജിൽ നിന്ന് 3.3 കോടി രൂപ കൈക്കലാക്കിയ കേസിലായിരുന്നു ശിക്ഷ. ആ ഗാന്ധി ഞാനല്ല എന്നല്ല ഗാന്ധിജിയുടെ പേരക്കുട്ടിയുടെ ചെറുമകൾ പറഞ്ഞത്. അത് പിണറായി ശൈലിയാണ്. 3ാം വട്ടവും CPM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് 2020 നവംബറിൽ നീണ്ട അവധിയിൽ പ്രവേശിച്ചത്? 2021 ഡിസംബർ വരെ എന്തുകൊണ്ടാണ് പാർട്ടി ചുമതലകളിൽ നിന്നും അദ്ദേഹം സ്വയം വിട്ടുനിന്നത്? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കൈപ്പിഴ കൊണ്ടാണോ? കൊള്ളയോ അഴിമതിയോ കാണിച്ചതിനാണോ? പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത ആരോപണം കുടുംബാംഗത്തിൽ നിന്ന് ഉണ്ടായതായി പത്രവാർത്തകൾ കണ്ടതാണ് കാരണം. അന്ന് കോടിയേരി പറഞ്ഞില്ല, എന്റെ മകനെ കോടതി ശിക്ഷിച്ചാൽ മാത്രമേ ഞാൻ സ്ഥാനം രാജിവെക്കൂ എന്ന്. ശിക്ഷിക്കാതെ പോയാൽ എന്റെ രാജി തിരിച്ചെടുക്കാനാവാതെ വരില്ലേ എന്ന് കോടിയേരി അന്ന് ചോദിച്ചിട്ടുമില്ല. അത് MV ഗോവിന്ദൻ പെണ്ണുപിടിയന്മാർക്ക് വേണ്ടി ഇപ്പോൾ ഉയർത്തുന്ന വാദമാണ്. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറിയാൽ മതി എന്നതാണ് പുതിയ സെക്രട്ടറിയുടെ ന്യായം. കെട്ടുനാറിയ ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വാഴുന്നത് എന്നത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനസമൂഹം അംഗീകരിക്കുക തന്നെ ചെയ്യും. എന്ത് കടുങ്കൈ ചെയ്താലും ഈ ഭരണമാണ് കെങ്കേമമെന്ന് വാഴ്ത്തിപ്പാടാൻ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും തുനിയുമെന്ന് തോന്നുന്നില്ല. കേരളത്തെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഭരണരംഗത്തെ അനുഭവ സമ്പന്നർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരും അത് ഗൗരവതരമായി കണക്കിലെടുത്തതുമില്ല. മാഫിയ തലവന്റെ ഉപജാപക ക്ലിക്കിന്റെ കൈവെള്ളയിലാണ് കേരളത്തിന്റെ CPM എന്ന് കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് സുകുമാരൻ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പാർട്ടി സെക്രട്ടറി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു നിയമയുദ്ധത്തിന് തയ്യാറായത് പോലും. എന്നാൽ താൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കുന്നില്ല എന്നും യഥാർത്ഥ മാഫിയ തന്നെയാണ് ഇത് എന്നും ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ചു. അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് വെല്ലുവിളിച്ചപ്പോൾ ആ ഹർജിയും പിൻവലിച്ച് തടി തപ്പുകയാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ കേരളത്തിലെ പ്രബുദ്ധ ജനത കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന അതേ നയം തന്നെയാണ് ഇപ്പോൾ ഇതുവരേക്കും എത്തി നിൽക്കുന്നത്. എന്തേ ഇതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നില്ല? ഈ ഭരണത്തിനെതിരെ ജനങ്ങൾ പറയുന്നതെല്ലാം കളവും ഭരണം നയിക്കുന്നവരെല്ലാം ഹരിചന്ദ്രന്മാരാണ് എന്നുമാണോ? എങ്ങനെയാണ് വിപ്ലവ പാതയിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയുടെ നേതാവിന് സംഘപരിവാറിന്റെ തണലിൽ
കേന്ദ്ര ഭരണത്തണലിൽ അനർഹമായി ഒരു ലോക്സഭാ സീറ്റ് തിരിമറിയിലൂടെ നേടിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തി ഭരണസാരഥിയുടെ സ്വന്തം മകളെ ജയിലിൽ അടയ്ക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതിനുള്ള നെട്ടോട്ടമല്ലേ RSS കിങ്കരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ പിണറായി വിജയന് കൊമ്പുണ്ടോ? നിങ്ങളൊക്കെ ശബ്ദമില്ലാത്ത അടിമകളാണോ?